നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചായപ്പൂഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്ഷുഭിതരായ നാട്ടുകാർ ചായപ്പൂഴി ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചാലക്കുടി നഗരസഭ വാർഡ് 10 ആര്യങ്കാലിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ഘടകകക്ഷിയായി മുസ്ലിം ലീഗ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും സന്ദേശം നൽകി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന് കോൽക്കുന്ന് സേവനഗിരിയിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ചായപ്പൂഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. പീലാർമൊഴി സ്വദേശി 78 വയസ്സുള്ള തെക്കുടൻ സുബ്രനാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ ചായ കുടിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു സുബ്രൻ. ഫാമിനടുത്ത് തോട്ടം തൊഴിലാളി ഗിരീഷിനെ ആദ്യം ഓടിച്ചു. ആ സമയത്ത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു സുബ്രൻ. തുടർന്ന് സുബ്രനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ സുബ്രൻ റോഡിന്റെ വശത്ത് കിടക്കുന്നത് കണ്ട നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. ഞാൻ രാവിലെ 5:30 ടൈമിൽ എൻ്റെ വലത്ത് സൈഡിൽ ഒരു റബ്ബർ അവിടെ വെട്ടാവുന്ന സമയത്ത് ആന ചിഹ്നമ്മളിട്ട് എന്നെ ആന ഓടിച്ച് വീട്ടിൽ പോയി തിരിച്ച് വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് വേറൊരു ആൾ ബസ്സിന് പോകാൻ വന്നപ്പോഴാണ് ഒരാൾ സുബ്രേട്ടൻ ഞങ്ങളുടെ ചേട്ടൻ സുബ്രേട്ടൻ കൂടെ ആന മർദ്ദിച്ച് ആവശ്യം നിലനിൽക്കണം. ഞങ്ങൾ ഫോറസ്റ്റ് ജീപ്പിൽ ഞങ്ങൾ കയറ്റിവിട്ടെ. അത് ഞാൻ പറഞ്ഞാൽ മരണപ്പെട്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരുപാട് നാളുകളിൽ നടക്കണം ആനശല്യം ഇവിടെ. അതിനെന്തെങ്കിലും സർക്കാർ ഒരുപാട് അപ്പം എൻ്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു ആന ഉണ്ടായിരുന്നു, നമ്മളറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഇനി ഇത് ഇല്ലാണ്ടിരിക്കാൻ സർക്കാർ എത്രയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം. വളരെ ദാരുണമായ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഈ ചായപ്പൻകുഴിയിലെ പിലാർമൊഴിയിലൂടെ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വരെ ഈ പ്രദേശത്തെ പൊതുരാഷ്ട്രീയ മേഖലകളിൽ വളരെ സജീവമായി തിരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ സുബ്രേട്ടൻ ഇന്ന് രാവിലെ കാട്ടാനയുടെ ചവിട്ടേറ്റ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന. ഞാൻ ഈ പ്രദേശവാസി തന്നെയാണ്, ഈ തൊട്ട് തന്നെ താമസിക്കുന്നത്. ഇവിടെ നേരത്തെ ഈ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ അതിലെ വരുന്ന ജ്വരം വെച്ചിട്ടാണ് അവർ ദിവസം ഇതിൽ എന്നും മിക്കവാറും ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് നമ്മളൊരു അത്യാവശ്യ സമയത്ത് പോയിട്ട് വരാനോ ഇവിടുന്ന് വെളുപ്പാൻ കാലത്ത് പോകാനോ പറ്റാത്തൊരു സ്ഥിതി വിശേഷമായി. കാരണം ചുറ്റുപാട് ഈ കാട് പിടിച്ച കാരണമൊക്കെ കൃഷിഭൂമികളാണ്. അപ്പോൾ ഈ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഈ സംഭവം ഈ കാരണവരെ ഇന്നലെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായി. എത്രയും പെട്ടെന്ന് അതിന് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്ഷുഭിതരായ നാട്ടുകാർ ചായപ്പൂഴി ഫോറസ്റ്റ് ഓഫീസിൽ തള്ളിക്കയറി ഓഫീസ് അടിച്ചു തകർത്തു.
തടയാൻ ശ്രമിച്ച വനപാലകർക്ക് പരിക്കേറ്റു. ഫോറസ്റ്റ് സ്റ്റേഷന്റെ ജനൽ ചില്ലുകളും ഫർണിച്ചറുകളും തകർത്തു. വൻ പോലീസ് സംഘം ചായ്പൻകുഴിയിൽ എത്തി സ്ഥിതി നിയന്ത്രണാതീതമാക്കി. സംഭവം അറിഞ്ഞ് RDO പി ഷിബോ, ചാലക്കുടി തഹസിൽദാർ KM ജേക്കബ് എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് കൊല്ലപ്പെട്ട സുബ്രന്റെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. ഇതിൽ 5 ലക്ഷം രൂപ ഉടനെ ആശ്രിതർക്ക് കൈമാറിയതായി RDO അറിയിച്ചു. ജനങ്ങളുടെ ആവശ്യപ്രകാരം അക്രമകാരിയായ ആനയെ വെടിവെച്ച് നൽകുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിനോട് ആവശ്യപ്പെടും. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തരമായി കൊലയാളി കാട്ടാനയെ വനത്തിലേക്ക് കയറ്റിവിടും. ഫെൻസിംഗ് നിർമ്മാണ ജോലികൾ അടിയന്തരമായി പൂർത്തീകരിക്കും. കൊല്ലപ്പെട്ട സുബ്രന്റെ ആശ്രിതർക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകും. സ്ഥിരം ജോലി നൽകുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിലേക്ക് ആവശ്യം ഉന്നയിക്കും. യോഗത്തിലെ അംഗീകരിച്ച തീരുമാനങ്ങൾ തഹസിൽദാർ നാട്ടുകാരോട് വായിച്ചു കേൾപ്പിച്ചു. ചായ്പൻകുഴിയിലെ സംഘർഷത്തെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തായതിനാൽ സുബ്രന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ വൈകി. ഉച്ചതിരിഞ്ഞ് 4ഓടെയാണ് താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. Mike
തൃശ്ശൂർ ജില്ലയിലെ 8ാമത്തെ മരണമാണ്. തൃശ്ശൂർ ജില്ലയിലെ 8ാമത്തെ വന്യമൃഗാക്രമണം. എൻ്റെ തഹസിൽദാർ എന്നെ വിളിച്ച് പറയുകയും അത് നമ്മൾ ജില്ലാ കളക്ടർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ പോലീസിൽ നിന്നും ജില്ലാ കളക്ടർ വിവരങ്ങൾ അറിയുകയും ചെയ്തു. ജില്ലാ കളക്ടർ നേരിട്ട് വരുവാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ അതിനെ അക്കമ്പനി ചെയ്യാം എന്ന് ഇരുന്നപ്പോഴാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം കളക്ടർ പറഞ്ഞു അടിയന്തര ഇലക്ഷൻ്റെ സിഇഒയുടെ മീറ്റിംഗ്. അപ്പം അത് ജില്ലാ കളക്ടർക്ക് അത് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു നേരിട്ട് പോയി കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ പറഞ്ഞു. അത് പറയട്ടെ, ഞാൻ പറയട്ടെ. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് നിങ്ങൾക്കറിയാം, ജില്ലാ കളക്ടർ ഏത് കാര്യത്തിനും കൊച്ചു കാര്യത്തിനും നേരിട്ട് പോകുന്ന ഒരാളാണ്. ഗൗരവമുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം വരാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ട് അത് സിഇഒയുടെ മീറ്റിംഗ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്കിതിനകത്ത് പറയാനുള്ളത് ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും നമ്മൾ എപ്പോഴും നമ്മളുടെ മനുഷ്യജീവികളുടെ കൂടെ, അതായത് മനുഷ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കേരളത്തിൽ കമ്മ്യൂണിസത്തിന്റെ അവസാനം പിണറായി വിജയനിലൂടെയാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചാലക്കുടിയിൽ UDF സ്ഥാനാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി കോട്ടയിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 4 മാസം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് അധികാരത്തിലെത്താമെന്ന് പ്രചരണത്തിനിടെ മനസ്സിലാക്കാൻ സാധിച്ചു. BJPക്കും പിണറായി വിജയനും തമ്മിൽ അജണ്ടയുണ്ടെന്ന് VM ശ്രീ കരാർ ഒപ്പുവെച്ച കാര്യത്തിൽ വ്യക്തമായതാണ്. ലേബർ കോഡ് മാറ്റുന്നതിൽ തൊഴിലാളി വിരുദ്ധതയുണ്ട്. മോഡി അദ്വാനിക്കു വേണ്ടിയാണ് നിയമങ്ങൾ മാറ്റിയത്. കമ്മ്യൂണിസം നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയല്ല പിണറായി വിജയൻ. മോഡിയുടെ നിലപാട് നടപ്പിലാക്കുന്ന ഏജന്റാണ്. ശബരിമലയിൽ നടന്നത് വെറുമൊരു മോഷണമല്ല, വിശ്വാസികൾക്ക് നേരെ നടന്ന വെല്ലുവിളിയാണെന്ന് വേണുഗോപാൽ പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. നേതാക്കളായ TN പ്രതാപൻ, വെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA, ഷാജി കോടങ്ങണ്ടത്ത്, ജോസ് വള്ളോ എന്നിവർ പ്രസംഗിച്ചു. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരളം BRC അംഗമാരുടെ നേതൃത്വത്തിൽ എബിലിറ്റി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ VR ദീപാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം എറണാകുളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ VG ജോളി അധ്യക്ഷയായി. വിനീത് ചാക്യാർ മുഖ്യാതിഥിയായിരുന്നു. BPC KN ഷിനി, ട്രെയിനർ ഡോക്ടർ വീണ ലക്ഷ്മി, VHM ഫോറം പ്രസിഡന്റ് K ജയകുമാർ, പ്രധാന അധ്യാപിക MY നിഷ, സന്നദ്ധ സംഘടനാ പ്രതിനിധികളായ ലാൽ പോൾ, ഷൈബു പാലാട്ടി, വിപിൻ തോമസ്, ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ജെഫിൻ ഇട്ടിച്ചൻ എന്നിവർ സംസാരിച്ചു. സന്തത സഹചാരിയായി വീൽ ചെയർ ഉപയോഗിക്കുന്ന ജെഫിൻ ഇട്ടിച്ചൻ സ്വന്തം ഉപജീവന മാർഗത്തിൽ നിന്ന് പൈസ കണ്ടെത്തി ഒരു കുട്ടിക്ക് വീൽ ചെയർ സമ്മാനിച്ചു. കുട്ടികൾ ചെണ്ടമേളത്തോടും സ്വാഗത നൃത്തവും അവതരിപ്പിച്ചാണ് അതിഥികളെ സ്വീകരിച്ചത്. തുടർന്ന് പൊതുവിദ്യാലയങ്ങളിലും BRC തലത്തിലും നവംബർ 25 മുതൽ ഡിസംബർ 3 വരെ നടന്ന വിവിധ പ്രോഗ്രാമുകളുടെ ഡിജിറ്റൽ പ്രസന്റേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ അനു, ബീന എന്നിവർ ചേർന്ന് ഒരുക്കി. രചനാ മത്സരങ്ങളിലും പോസ്റ്റർ നിർമ്മാണത്തിലും സ്കൂൾ തലത്തിൽ തെരഞ്ഞെടുത്ത കുട്ടികൾക്കും ഇൻക്ലൂസീവ് കായിക മേളയിൽ പങ്കെടുത്ത കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. ഉദ്ഘാടന കർമ്മത്തിന് ശേഷം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാവിരുന്നിന് അവസരമൊരുക്കി. തെരഞ്ഞെടുത്ത മികച്ച രചനകളുടെ പ്രദർശനം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെയും ആദരിച്ചു. സ്കൂളിലെ ഇംഗ്ലീഷ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അധ്യാപകരുടെ ഗാനമേള കുട്ടികളെയും രക്ഷിതാക്കളെയും ആവേശഭരിതരാക്കി. ചാലക്കുടി നഗരസഭ വാർഡ് 10 ആര്യങ്കാലിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ഘടകകക്ഷിയായി മുസ്ലിം ലീഗ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചാലക്കുടി നഗരസഭയിലെ സിറ്റിംഗ് അംഗമായ ലിബി ഷാജി മുന്നണി മര്യാദ ലംഘിച്ച് മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ ആര്യങ്കാരയിൽ മത്സരിക്കുകയായിരുന്നു. എന്നാൽ ഇത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ലിജി ജോജിയാണ് ഇവിടെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്ന് UDF നേതൃത്വവും അംഗീകരിച്ചതാണ്. എന്നിട്ടും മത്സര രംഗത്ത് തുടർന്ന ലിബി ഷാജിയെ കോൺഗ്രസിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കി. പക്ഷേ ഇവർ കോൺഗ്രസ് പതാകയും ചിഹ്നം ഉപയോഗിച്ചതിനെ തുടർന്ന് ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളായ ഇന്ദിരാഗാന്ധി, രാജീവ്
ഗാന്ധി, കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി എന്നിവരുടെ ചിത്രങ്ങൾ വെച്ചും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന നോട്ടീസിൽ രേഖപ്പെടുത്തിയും ഈ സ്ഥാനാർത്ഥി ഇപ്പോഴും കള്ളപ്രചരണം തുടരുകയാണ്. യഥാർത്ഥ UDF സ്ഥാനാർത്ഥി ലിജി ജോജിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് അഭ്യർത്ഥിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെ UDF നേതാക്കൾ ഇടപെടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി II അബ്ദുൾ മജീദ്, ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് മീരാസ വെട്ടുകൽ, ചാലക്കുടി സെക്രട്ടറി PS ഇസ്മായിൽ ഹാജി, മറ്റ് ഭാരവാഹികളായ സലിം നാലകത്ത്, MA അക്ബർ എന്നിവർ പങ്കെടുത്തു. സ്വാഭാവികമായിട്ട് അവർക്ക് സീറ്റില്ല. മുസ്ലിം ലീഗിനാണ് സീറ്റ് അനുവദിച്ചു വന്നത്. ആര്യക്കാല 10-ാം വാർഡ്. നിലവിൽ ആര്യക്കാല വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ മുസ്ലിം ലീഗിൽ തന്നെ ജോജി കാട്ടാളനാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് 5 വർഷത്തെ പ്രവർത്തനത്തിന് ഫലമായി നന്നായി പ്രവർത്തിച്ചതുകൊണ്ട് അത് നല്ല ജനങ്ങൾക്കും ആളുകൾക്കും താല്പര്യമുള്ളതുകൊണ്ട് നമ്മളും താല്പര്യമെടുത്ത സീറ്റ് ലിജിയുടെ സഹധർമ്മണി ലിജി ജോജിക്ക് നമ്മളെ സീറ്റ് നൽകുകയും അത് മുസ്ലിം ലീഗും കോൺഗ്രസും തീരുമാനിച്ച സീറ്റ് അനുവദിച്ച് നമ്മളത് മത്സരം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ മത്സരത്തിൻ്റെ അവർക്ക് കൈപ്പറ്റി കൊടുക്കാത്തൊരു അവസ്ഥയിൽ നമ്മൾ മുസ്ലിം ലീഗും നമ്മളെല്ലാ ചിഹ്നങ്ങൾ കൊടുക്കുകയും അവരാത്മീയ ചിഹ്നം അവർ കൊടുക്കുകയും ചെയ്തു. ലിജി ജോജി കാട്ടാളൻ മത്സരിക്കുന്നു. അത് മത്സരിക്കുന്ന സാധാരണ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുമ്പോൾ ആർക്കും മത്സരിക്കാം. അതിപ്പോൾ റിബലായാലും സ്വതന്ത്രനായാലും ഒക്കെ ആർക്കും ഇന്ത്യ രാജ്യത്ത് മത്സരിക്കാം. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അവസാനം വരെ ഒരു സ്ഥാനാർത്ഥി, അതുപോലെയുള്ള നെഹ്റു തുടങ്ങിയ ആളുകൾ ഫോട്ടോ വെച്ചിട്ടാണ് പ്രചരണം. അവരെ കോൺഗ്രസിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കി. കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് അതിൻ്റെ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പുറത്താക്കി. DCCന്ന് അവരെ വിമതരായിരുന്ന ആളുകൾ പുറത്താക്കി. പ്രത്യേകിച്ച് ഇവർക്ക് പ്രത്യേക ലെറ്റർ, എല്ലാവർക്കും പ്രത്യേക ലെറ്ററിൻ്റെ കോപ്പികളുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് 6 വർഷത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തേക്കിയ ആളുകളെ അവരുടെ അഭ്യർത്ഥനയാണിത്. അതിൽ എഴുതിയേക്കുന്നത് അടിയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും സന്ദേശം നൽകി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന് കോൾക്കുന്ന് സേവനഗിരിയിൽ തുടക്കമായി. ഇടുക്കി NSS ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ C. നോയൽ റോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ ആൻഡോ ആലുപാടൻ അധ്യക്ഷനായി. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ക്രിസ്റ്റി ആന്റണി, ബിനിൽ, സേവനഗിരി ഡയറക്ടർ റെവറൻഡ് ഫാദർ ലിൻഡോ മാടമ്പി, ജൂബിലി നഗർ ചർച്ച് വികാരി റെവറൻഡ് ഫാദർ സ്റ്റെൻസൺ കോടിയൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് തുടക്കം കുറിച്ച് കോൾക്കുന്ന് സേവന നഗരിയിൽ നിന്നും വിളംബര ജാഥ നടത്തി. സപ്തദിന ക്യാമ്പിൽ വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നിവ നടക്കും. ഡിസംബർ 13 വരെയാണ് ക്യാമ്പ്. ജൂബിലി നഗർ ചർച്ചിലെ സ്റ്റേണച്ചനാണ്. അച്ഛന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ പ്രവർത്തന കൈക്കാരന്മാര് ഈ ഇടവകയിലെ എല്ലാ മക്കളെയും ഞങ്ങൾക്ക് അതിനുവേണ്ട പബ്ലിസിറ്റി കുറേ കാര്യങ്ങൾ അച്ഛൻ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അച്ഛനെ പ്രത്യേകമായിട്ട് ഈ ക്യാമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ സ്വന്തം അസോസിയേറ്റ് ഡയറക്ടറായ നഴ്സിംഗ് കോളേജിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ സോജ അച്ഛനാണ്. അപ്പൊ എന്തായാലും NSSന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം, അതിന്റെ ലക്ഷ്യം, അതിന്റെ പ്രവർത്തനം, അതിന്റെ സ്പിരിറ്റിലേക്ക് നിങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് NSSന്റെ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഇന്ന് അതിന്റെ തുടക്ക ദിനമാണ്. അതിനുള്ള ഭദ്രദീപം കൊളുത്തി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 7 ദിവസം കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വേറെ വ്യക്തികളായി മാറണം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ആകുന്നതാണ് ഇതുവരെ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പവന് 95,000-നും 96,000-നും ഇടയിലാണ് സ്വർണത്തിന്റെ വ്യാപാരം തുടരുന്നത്. തിങ്കളാഴ്ച പവന് 200 രൂപയാണ് വർദ്ധിച്ചത്. 95,640 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 25 രൂപയാണ് വർദ്ധിച്ചത്. 11,955 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഒക്ടോബർ 17 രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവകാല റെക്കോർഡ്. പുതിയ റെക്കോർഡ് കുറിക്കുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ട്രെൻഡാണ് വിപണിയിൽ കാണുന്നത്. ആഗോള വിപണിയിലെ ചലനമാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് വരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില വർധനയ്ക്ക് കാരണം. ചെറുകിട ഇടത്തരം ഓഹരികളിൽ ലാഭമെടുപ്പ് ശക്തമായതിനെ തുടർന്ന് കൂപ്പുകുത്തി ഓഹരി വിപണി.
BSE സെൻസെക്സ് 800-ലധികം പോയിന്റാണ് ഇടിഞ്ഞത്. നിഫ്റ്റി 26,000-ൽ താഴെയെത്തി. വിദേശ നിക്ഷേപത്തിന്റെ പുറത്തേക്കുള്ള ഒഴുക്കും അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പണ വായ്പ നയ അവലോകന യോഗവുമാണ് വിപണിയെ സ്വാധീനിക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പ്രഖ്യാപനം എന്തായിരിക്കുമെന്ന ആശങ്കയിൽ നിക്ഷേപകർ വിപണിയിൽ കരുതലോടെയാണ് ഇടപെടുന്നത്. തുടർച്ചയായ 5-ാം ദിവസമാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 സൂചിക താഴെ പോകുന്നത്. വ്യാപാരത്തിനിടെ 2% ഇടിഞ്ഞത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 സൂചികയും നഷ്ടത്തിലാണ്. വെള്ളിയാഴ്ച വിദേശ നിക്ഷേപകർ 438 കോടിയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. രൂപയുടെ മൂല്യ തകർച്ചയും ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. വിപണിയുടെ തുടക്കത്തിൽ ഡോളറിനെതിരെ 16 പൈസയുടെ നഷ്ടത്തോടെ 90-ന് മുകളിലേക്കാണ് രൂപയുടെ മൂല്യം താഴ്ന്നത്. അതായത് $1 വാങ്ങാൻ 90.11 രൂപ നൽകണം. കയറ്റുമതിക്കാർക്ക് രൂപയുടെ മൂല്യം ഇടിയുന്നത് ഗുണം ചെയ്യുമെങ്കിലും ഇറക്കുമതി ചെലവ് വർദ്ധിക്കാൻ ഇത് കാരണമാകും. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില ഉയരുന്നതും വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ്, JSW സ്റ്റീൽ, ജിയോ ഫിനാൻഷ്യൽ, ശ്രീറാം ഫിനാൻസ് ഓഹരികളാണ് പ്രധാനമായി നഷ്ടം നേരിടുന്നത്. ചായ്പൂരിൽ തെക്കുടൻ സുബ്രൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തരമായി ചാലക്കുടി DFOയുടെ കീഴിൽ ദ്രുതകർമ്മസേനയെ നിയോഗിക്കണമെന്ന് പൊതുപ്രവർത്തകൻ KM ജോസ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായി അതിരപ്പള്ളി, കോടശ്ശേരി, പരിയാരം പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിൽ നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായിട്ടും ഇവയെ തുരത്തുന്നതിൽ വനംവകുപ്പ് നിഷ്ക്രിയരാണെന്ന് മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കാട്ടാനയുടെ ആക്രമണം തടയുന്നതിന് സർക്കാർ 14 കോടി രൂപ ഫെൻസിംഗ് ജോലികൾക്ക് അനുവദിച്ചെങ്കിലും മന്ദഗതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് CM വിത്ത് മീ പരിപാടി വഴി KM ജോസ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. നോർത്ത് ചാലക്കുടി ചെങ്ങിനിമറ്റും ഔസേ ഭാര്യ മേരി നിരാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചായ്പൂഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്ഷുഭിതരായ നാട്ടുകാർ ചായ്പൂഴി ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചാലക്കുടി നഗരസഭ വാർഡ് 10 ആര്യങ്കാലിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി ഘടകകക്ഷിയായി മുസ്ലിം ലീഗ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും സന്ദേശം നൽകി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന് കോൾക്കുന്ന് സേവനഗിരിയിൽ തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.